വായിക്കുന്നത് അനുജി. നഗരസഭയുടെയും നഗരസഭ താലൂക്ക് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി നിവാരണ ലക്ഷ്യവുമായി നടത്തിയ ബോധവൽക്കരണ പ്രചാരണ ജാഥയും എക്സിബിഷനും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഡെങ്കി കൊതുക് നിവാരണ ബോധവൽക്കരണ പരിപാടികളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. എല്ലാവർക്കും ആദ്യമായി ഞാൻ വിനീതമായ നമസ്കാരം അറിയിക്കുകയാണ്. ഇന്ന് വളരെ മനോഹരമായി ഈ പ്രചരണ ജാഥയും അതോടൊപ്പം തന്നെ എക്സിബിഷനും സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യജീവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കൊതുകാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ കൊതുക് മൂലം ഒരുപാട് രോഗങ്ങൾ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം ആരംഭിക്കും, വെള്ളം ഭൂമിയിൽ പല സ്ഥലങ്ങളിലായി കെട്ടും, കൊതുക് അവിടെ മുട്ടയിട്ട് വളരുകയാണ്. കൊതുകിൽ നിന്ന് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള നിരവധി പകർച്ചവ്യാധികൾ നമുക്ക് വന്നു ചേരുകയാണ്. ഗവൺമെൻറ്റും ആശുപത്രിയും നഗരസഭയും ഒക്കെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും ഈ പകർച്ചവ്യാധികളെ നമ്മിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം കൊതുക് ഒപ്പം വളരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ഫലമണിയണമെങ്കിൽ കൊതുകിനെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ബോധ്യമാണ് ഇത്തരം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ആ പ്രചരണ പരിപാടികളും അതിന് നേതൃത്വം കൊടുത്ത നഗരസഭയെയും ഒപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ മുഴുവൻ ജീവനക്കാരെയും അതിൽ സഹകരിക്കുന്ന ആശാ വർക്കേഴ്സ് ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേക നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ സ്റ്റുഡൻസാണ് ഇന്ന് ഫ്ലാഷ് മോബൊക്കെ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ നമ്മുടെ എല്ലാ പരിപാടികളിലും വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സഹകരിക്കുന്നവരാണ്. മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഒരു നല്ല കയ്യടി തന്നെ ഞാൻ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച് KSRTC ബസ് സ്റ്റാൻഡിന്റെ പ്രധാന കവാടത്തിനരികെ സമാപിച്ച പ്രചരണ ജാഥയിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ലിറ്റിൽ ഫ്ലവർ ആശുപത്രി നഴ്സിംഗ് സ്കൂളിലെയും മോർണിംഗ് സ്റ്റാർ കോളേജിലെയും വിദ്യാർത്ഥിനികൾ, വിവിധ മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജ് ഓഫ് ഹോം സയൻസ് കുട്ടികൾ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നടത്തി.
ആശുപത്രിയിലും ബസ് സ്റ്റാൻഡ് കവാടത്തിലും വെച്ച് നടത്തിയ എക്സിബിഷനിൽ കൊതുക് നിവാരണത്തിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാർ പൊതുജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തു. പരിപാടികൾ ഓരോരുത്തരും സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തൻ ചൊല്ലിക്കൊടുത്തു. പേശിവേദന, സന്ധിവേദന എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണെന്ന് എനിക്കറിയാം. ആകാതിരിക്കുവാൻ ആഴ്ചയിലൊരിക്കൽ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകളിലും ശനിയാഴ്ചകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ഞായറാഴ്ചകളിൽ വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുന്നതിന് ഞാൻ അവരെ പ്രചോദിപ്പിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെങ്കി രഹിത നഗരമായി അങ്കമാലിയെ മാറ്റുന്നതിന് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും നഗരവാസികൾ ഇതുമായി സഹകരിക്കണമെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് അധ്യക്ഷത വഹിച്ച സമാപന യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ, ടി.വൈ. ഏലിയാസ്, ജാൻസി അരീക്കൽ, ലക്സി ജോയ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പാറയ്ക്കൽ, ലില്ലി ജോയ്, ജിത ഷിജോയ്, മോളി മാത്യു, സരിത അനിൽകുമാർ, സന്ദീപ് ശങ്കർ, മാർട്ടിൻ ബി മുണ്ടാടൻ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, CDS ചെയർപേഴ്സൺ ലില്ലി ജോണി, ക്ലീൻ സിറ്റി മാനേജർ അനിൽ ആർ, ഹെൽത്ത് സൂപ്പർവൈസർ സാബു MV എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അഭിലാഷ് BA സെൽഫി പോയിന്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മുട്ടത്തോട് അല്ലെങ്കിൽ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പോക്ക്, പഴയ പോക്ക് ഇവിടെ ഇരുന്നത്, ആ പോക്ക് നമ്മൾ വളരെ ചെറുതാണ് വലിച്ചെറിയണം. അങ്ങനെ ഓരോരോ സാധനങ്ങൾ അല്ലെങ്കിൽ എലി തുറന്ന കരിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായ ചിരട്ട, അല്ലെങ്കിൽ റബ്ബർ പാൽ ശേഖരിക്കുന്ന പാത്രം, അതുപോലെ വീടിനകത്ത് ചെടികൾ, അലങ്കാര ചെടികൾ വളർത്തുന്ന കുപ്പികൾ, ഇതെല്ലാം നമ്മൾ കൊതുകിൻ്റെ ഉറവിടമാകും എന്ന് തിരിച്ചറിയാതെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഇതിലൂടെയാണ് കൊതുക് വളരുന്നതും കൊതുക് ധാരാളമായി വളർന്ന് നമ്മളെ തന്നെ നമ്മളറിയാതെ കൊതുക് നമ്മളെ കുത്തി ഈ പകർച്ചവ്യാധികളിലേക്ക് പ്രചാരകരായി വാഹകരായി നമ്മൾ മാറ്റുകയാണ്. അപ്പോൾ അതിനെ ചെറുക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായി നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന കാര്യം. നമ്മളെല്ലാവരെയും വലിയ അപകടത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഡെങ്കിപ്പനി ചികിത്സയുള്ള രോഗമാണെങ്കിൽ കൂടി ഒരു പ്രാവശ്യം വന്ന് രണ്ടാമതും മൂന്നാമതും ഒക്കെ ഡെങ്കിപ്പനി വരുന്നത് അവർ മരണത്തിന് കീഴ്പ്പെടുന്നത് സ്വാഭാവികമാണ്, സാധാരണമാണ്. കോളേജിന്റെ നൃത്താവിഷ്കാരത്തോടെ തുടങ്ങുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജസ്മി ജിജോ അവരുടെ ആദ്യപൂർവ്വം ക്ഷണിക്കുന്നു. ഒരൽപ്പം പോലും വെള്ളം കെട്ടിക്കിടക്കാൻ നാം ഓരോരുത്തരും അനുവദിക്കാതിരുന്നാൽ കൊതുകിനെ വളർത്താതിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആദ്യ പടി എന്ന് പറയുന്നത് കൊതുക് വളരാനുള്ള വെള്ളം നിർവീര്യമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നിവിടെ എക്സിബിഷനിലൂടെ കൊതുക് വളരാൻ സാഹചര്യം ഒരുക്കുന്ന, വെള്ളം കെട്ടിക്കിടക്കാൻ സാഹചര്യം ഒരുക്കുന്ന വസ്തുക്കളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആ വസ്തുക്കളിൽ ഒന്നും തന്നെ വെള്ളം കെട്ടിക്കിടക്കാതെ അല്ലെങ്കിൽ ആ വസ്തുക്കൾ അലക്ഷ്യമായി നമ്മുടെ
ഇതോടെ നിങ്ങളുടെ കണ്ണുകളും ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഓപ്റ്റിക്കൽസ് നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 9961998377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.